നമുക്കേ കുറച്ച് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ, വെള്ളരിക്ക അതെല്ലാം കൂടി ഇട്ടൊരു കറി വെച്ച് നോക്കാം. അപ്പോൾ ചക്കക്കുരു ഇത് കുറേ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ഈ ചക്കക്കുരു കണ്ട നന്നാക്കാൻ നമുക്ക് നല്ല എളുപ്പമുണ്ട് കേട്ടോ. കത്തി കൊണ്ട് ഇങ്ങനെ വട്ടം പൊളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ചുമന്ന തോട് ഉൾപ്പെടെ പോകും. നമുക്കങ്ങനെ ചുരണ്ടി ഒന്നും നിൽക്കണ്ട കേട്ടോ, പെട്ടെന്ന് നന്നാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊന്ന് കറി വെച്ച് നോക്കിയാലോ. നമ്മൾ ചക്കക്കുരുവൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട്. നമുക്കിത് ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലാട്ടോ വയ്ക്കുന്നത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു കണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം പിടിച്ചു കേട്ടോ, ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു വേവാനായിട്ട് കുറച്ച് സമയം പിടിച്ചു. ചക്കക്കുരു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക, മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ ഒപ്പം ചക്കക്കുരു വേവിച്ചതുണ്ടല്ലോ, അതൊരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങേൻ്റെ ഒപ്പം അതും കൂടെ കൂടി അരയ്ക്കുന്നുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാവണം, തിളയ്ക്കണ്ട, ചൂടായാൽ മതി. പിന്നെ ഇതിൻ്റെ ഒപ്പം ഉണക്കച്ചെമ്മീനിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടില്ല, എനിക്ക് ഉണക്കച്ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല, അലർജി, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ഒപ്പം ഉണക്കച്ചെമ്മീനും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. തേങ്ങ അരച്ച് ഒഴിച്ചതൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് കറി ഏകദേശം റെഡിയായി. ഇനി വറുത്തിടാം. കടുകും കറിവേപ്പിലയാണ് നമ്മൾ വറുത്തിടുന്നത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.